തലശ്ശേരി അതിരൂപത എമിരത്യൂസ് ആർച്ച് ബിഷപ്പ് ജോർജ് ഞർലക്കാട്ട് പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവ്, എങ്ങനെയാണ് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ ഒരു 108ാം ജന്മവാർഷികവും അതോടൊപ്പം തന്നെ ഇത്ര ഒരു വലിയൊരു സമുദായ സംഗമവും കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കത്തോലിക്ക കോൺഗ്രസിൻ്റെ 108ാം വാർഷികം അതിവിപുലമായ രീതിയിൽ കണ്ണൂർ വെച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ സംഘടിപ്പിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. കാരണം തലശ്ശേരി അതിരൂപത മാത്രമല്ല, കേരളത്തിലെ എല്ലാ രൂപതകളും കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളെല്ലാം അതിനായിട്ട് ആകാംക്ഷാപൂർവ്വം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണൂരിലേക്ക് എല്ലാവരും ഒഴുകി എത്തേണ്ടത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രതീക്ഷ 100,000-ഓളം ആളുകൾ അതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അത് എല്ലാ രൂപതകളിലും, പ്രത്യേകിച്ച് ആഗോളതലങ്ങളിലും എല്ലാ സ്ഥലത്തുകളിൽ നിന്നും നമ്മുടെ ഭാരവാഹികളും അംഗങ്ങളും ഈ മീറ്റിങ്ങിലേക്ക് വന്നു ചേരും. അത് വലിയ വിജയമായി തീരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. യോഗത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു, എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അതോടൊപ്പം പിതാവെ, സാമുദായിക ശാക്തീകരണ വർഷമായിട്ട് സീറോ മലബാർ സഭ ഈ വർഷം പ്രത്യേകം ആചരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയമാണ് അത്തരത്തിൽ സമുദായത്തിൻ്റെ ഒരു വളർച്ചയ്ക്കും കൂട്ടായ്മയ്ക്കും കൂടി ഈ ഒരു പ്രോഗ്രാം ഇന്ന് നടക്കുന്ന ഒരു സമയമാണ്. ഏകദേശം 100,000-ത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഇപ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ ഒരു സമുദായം എന്ന നിലയിൽ നമ്മൾ കൂടുതൽ അവബോധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനം തന്നെയാണെങ്കിലും ആ ദിശയിൽ ധാരാളം മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്, പ്രത്യേകിച്ച് നമ്മുടെ കവിയലച്ഛനൊക്കെ ഗ്ലോബൽ ഡയറക്ടറായി വന്നൊരു കാലഘട്ടം മുതൽ അച്ഛൻ ക്ഷീണം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ രൂപതകളും സന്ദർശിച്ച് അവിടെയുള്ള അണികളെയൊക്കെ ഇതിനായിട്ട് പ്രേരിപ്പിക്കുകയും ആ നിലയിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഒരു അവബോധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് വളരെയധികം പ്രകടമാകും ഇന്നത്തെ സമ്മേളനത്തോടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ മംഗളങ്ങളും നേരുന്നു.